വളരെ പ്രധാനപ്പെട്ടതെന്ന് തോന്നിപ്പിക്കാവുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ അന്താരാഷ്ട്ര ഭൂപടത്തിൽ ഇന്ന് പുറത്തിറങ്ങി. അതിലൊന്ന് ട്രംപ് പറയുന്നത് ഇങ്ങനെ: പാതിരാപ്രഹരം 2025 ജൂൺ മാസത്തിൽ ഇറാനുമേൽ അമേരിക്ക നടത്തിയ, പ്രത്യേകിച്ച് 3 ആണവായുധ കേന്ദ്രങ്ങൾക്ക് മേൽ തവിടുപൊടിയാക്കാൻ വേണ്ടി നടത്തിയ ആക്രമണമാണല്ലോ മിഡ് നൈറ്റ് ഹാമർ. ആ പാതിരാപ്രഹരം ഇനിയും ആവർത്തിക്കും. പക്ഷേ നേരത്തെ ഉള്ളതുപോലെ ലാളിത്യമുള്ളതായിരിക്കില്ല. അതിശക്തവും വളരെ മോശപ്പെട്ടതും ആയിരിക്കും ഇനി ചെയ്യാൻ പോകുന്ന പ്രഹരം എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് വളരെ പെട്ടെന്ന്, ഇപ്പോൾ ആ സമയം കഴിഞ്ഞു പോകുന്നു, വളരെ പെട്ടെന്ന് വന്നിട്ട് ആണവായുധങ്ങൾ ഇല്ലാത്തൊരു കാലത്തെക്കുറിച്ചുള്ള കരാറിൽ ഒപ്പിട്ട് ടേബിളിലേക്ക് വരൂ, സംസാരിക്കാൻ വരൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവസാന സന്ദേശമാണിത് എന്ന രൂപത്തിൽ അതിശക്തമായ ആക്രമണത്തെ നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരൂ എന്ന് പറഞ്ഞുള്ള പ്രസ്താവന സോഷ്യൽ മീഡിയയിലൂടെ ട്രംപ് പുറപ്പെടുവിച്ചിരിക്കുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ്, ഈ യുദ്ധമൊക്കെ നടത്തുന്ന ഡിവിഷൻ കമാൻഡ് പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ വെറുതെ കൊണ്ടുവന്നിങ്ങനെ അർമാദയും ഈ വലിയ USS എബ്രഹാം ലിങ്കൺ കപ്പൽ വ്യൂഹവും ഇവിടെ വെറുതെ നിർത്തിയിട്ടിരിക്കുകയല്ല, ഞങ്ങളത് ഡ്രില്ല് നടത്തും, ഞങ്ങളത് പരിശീലനം പോലെ കാണിച്ചു കൊടുക്കും, എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതിൻ്റെ അഭ്യാസ പ്രകടനം നടത്തും, ഞങ്ങളുടെ ആളുകളെയും ഉപകരണങ്ങളെയും വിമാനങ്ങളെയും സന്നാഹങ്ങളെയും എങ്ങനെയാണോ വിന്യസിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു പരിശീലനം ഞങ്ങളിതാ ഉടൻ നടത്താൻ പോവുകയാണ് ഇറാനെ ചുറ്റിപ്പറ്റി എന്ന് പറഞ്ഞുകൊണ്ടുള്ള സന്ദേശവും ഇന്ന് ഈ ജനുവരി 28 പുറപ്പെടുവിച്ചിരിക്കുകയാണ്. മഹാരാഷ്ട്രയുടെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററെയും കൊണ്ട് രാവിലെ 8:10 മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ചാർട്ടേഡ് വിമാനം 8:45 ബാരാമതിയിൽ ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും 8:46 റൺവേയുടെ തൊട്ടടുത്ത് തകർന്നു വീഴുകയും ചെയ്ത സംഭവത്തിൽ കോൺസ്പിറസി തിയറി ഒന്നും കൊണ്ടുവരേണ്ട ഒരു ഗൂഢാലോചനയുമില്ല എന്നാണ് NCP നേതാവ് ശരത് പവാർ പറയുന്നത്. കാര്യമൊക്കെ ശരി തന്നെ. ശരത് പവാറിൻ്റെ സഹോദരൻ്റെ മകനാണ് മരണമടഞ്ഞിരിക്കുന്ന അജിത് പവാർ. ഇപ്പോൾ NDA സഖ്യവുമായിട്ട് ബന്ധമുണ്ടാക്കി അങ്ങോട്ട് പോയെങ്കിലും നാടിന് നല്ലത് ചെയ്തവനാണ് അജിത് പവാർ എന്ന രൂപത്തിൽ ശരത് പവാർ ഇന്ന് വൈകുന്നേരം സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? പൈലറ്റുമാരുടെ അവസാനത്തെ മെസ്സേജ് വന്നിരിക്കുന്നത് ഇങ്ങനെ പ്രതലം കാണാനില്ല, തികച്ചും കാഴ്ചശക്തി കിട്ടുന്നില്ല എന്ന രൂപത്തിലാണ്. വളരെ പൂവർ വിസിബിലിറ്റി എന്നാണ് പറയുന്നത്. അതാകുമോ കാരണം? പൊതുവേ ബാരാമതി എയർപോർട്ട് എന്ന് പറയുന്ന ഒരു പ്രോപ്പർ എയർപോർട്ട് സെറ്റപ്പ് അല്ല എന്നെല്ലാവരും പറയുന്നു. ഈ ടേബിൾ ടോപ്പ് എയർപോർട്ടിനേക്കാളും ചെറിയ ഒരു സ്ട്രിപ്പ് എന്ന് പറയാവുന്ന സ്ഥലമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. വിമാനം ലാൻഡ് ചെയ്യാം, പുറപ്പെടാം അത്യാവശ്യത്തിനൊന്നല്ലാതെ അതൊരു എയർപോർട്ട് സംവിധാനമല്ല. അവിടെ കൺട്രോൾ സിസ്റ്റം ഒന്നുമില്ല. എങ്കിലും റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായപ്പോൾ തന്നെ ആ 1 മിനിറ്റിലുണ്ടായ ആശങ്ക ചെറുതൊന്നുമല്ല. അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗൂഢാലോചന ഇതിനകത്തുണ്ട്, പവാർ പറയുന്നത് പോലല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേന്ദ്രമന്ത്രി അത്താവല്ല രംഗത്ത് വന്നിരിക്കുകയാണ്. അതുപോലെ ഒരുപാട് ആളുകൾ അന്വേഷണം ആവശ്യപ്പെടുന്നു. കാരണം വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഈ അജിത് പവാർ വിഭാഗത്തിൻ്റെ സ്റ്റാൻഡ് വളരെ നിർണായകമാണെന്നുള്ളത് കൊണ്ട് ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ എന്ന് സംശയിക്കുന്ന വിധത്തിൽ ഇപ്പോഴിതാ ചർച്ചകൾ നടന്നു വരുന്നു. നാളെ 11 മണിക്കാണ് ശവസംസ്കാര ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒപ്പമുണ്ടായിരുന്ന മറ്റ് 4 പേരും മരിച്ചു എന്ന റിപ്പോർട്ടാണ് രാവിലെ തന്നെ പുറത്തു വന്നത്. ഏതായാലും അപകട മരണങ്ങൾ, പ്രത്യേകിച്ച് വിമാന അപകടങ്ങൾ, അതിൽ തന്നെ നേതാക്കന്മാർ മരിക്കുന്ന സംഭവവികാസങ്ങൾ ഇന്ത്യയിൽ പുത്തരിയൊന്നുമല്ല. ഒരു കണക്ക് നോക്കിയാൽ 10ഓളം നേതാക്കന്മാരിങ്ങനെ വിവിധ വിമാനാപകടങ്ങളിലായി മരണമടഞ്ഞിട്ടുണ്ട്. അതൊക്കെ വീണ്ടും അന്വേഷണത്തിൻ്റെ റഡാറിൽ കൊണ്ടുവരുന്ന വിധത്തിൽ ചർച്ച ഇന്ന് പുരോഗമിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിമാനങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല വാർത്തയാണ് UAEയുടെ ദുബായിയുടെ സ്വന്തം എമിറേറ്റ്സ് എയർലൈൻസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. വരുന്ന 5 വർഷത്തിനിടയിൽ 20,000-ഓളം ആളുകൾക്ക് ജോലി കൊടുക്കാൻ പോവുകയാണ്. പൈലറ്റുമാരും ക്രൂ അംഗങ്ങളും എൻജിനീയറിംഗ് സ്റ്റാഫും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകളെ വേണം. ഒരു വർഷം ശരാശരി ഒരു 4,000 പേരെ വെച്ചെങ്കിലും വേണ്ടി വരുന്ന വിധത്തിൽ വികസന പ്രവർത്തനങ്ങളുമായി എമിറേറ്റ്സ് മുന്നോട്ട് പോവുകയാണ് എന്നാണ് ചുരുക്കം. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഇതൊക്കെ പഠിച്ചിട്ട് ദുബായിലേക്ക് വരികയാണെങ്കിലോ ഏതെങ്കിലും രാജ്യത്തിരുന്നു കൊണ്ട് എമിറേറ്റ്സ് എയർലൈൻസിൻ്റെ ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യണമെങ്കിൽ ഏറ്റവും മികച്ച സ്കില്ലോടുകൂടി, വൈദഗ്ധ്യം
പരമാവധിയാക്കിക്കൊണ്ടുള്ള സർട്ടിഫിക്കറ്റും പരിചയസമ്പത്തും ഒക്കെ ആയിട്ട് മുന്നോട്ട് വരണമെന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ്, കല്യാൺ ജുവലേഴ്സ്, ലുലു, പാർത്ഥ സിഗ്നേച്ചർ, അരീൻ ബേക്കേഴ്സ്, e-lessons.net, എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ, കിസ ഫ്ലോർ മിൽസ്, ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ, ഫിറ ഫുഡ്സ്, ധൻവന്തരി ആയുർവേദ, അലുസൂദ് കാർഗോ, ഗോൾഡ് സ്റ്റാർ റെന്റ് കാർ, ആയുർമന ആയുർവേദ, ഡോക്ടർ റസീന ആയുർവേദിക് ക്ലിനിക്, ഹെയിൻ ഗോൾഡൻ ഡയമണ്ട്സ്, ചോക്കോ വേൾഡ് അബുദാബി.